എന്തുകൊണ്ടാണ് മക്കളെ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം ഉണ്ടാവത്തില്ല. കാരണം എന്താ, വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് എല്ലാം മുത്തുമുത്തു പോലെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം. ഓക്കെ, സോ ബട്ട് വൈ അല്ലേ, പല കാര്യങ്ങളും നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ നോളജ് സ്ട്രോങ് ആയിരിക്കണം. സോ ആദ്യത്തെ ഒന്ന് നോക്കിക്കേ, എന്തുകൊണ്ടാണ് നമ്മുടെ ട്രാഫിക് സിഗ്നൽസിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സിഗ്നൽ ആയിട്ട് റെഡ് ഉപയോഗിക്കുന്നത്? ഒത്തിരി ദൂരത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം അല്ലേ, ഇനി പോവണ്ട, നില്ല് എന്നുള്ള മതി മോനെ നില്ലെന്നുള്ള ആ ഒരു സിഗ്നൽ നമുക്ക് തരുന്ന ആരാ? റെഡ് സിഗ്നൽ. കാരണം എന്താ, വിബ്ജിയോർ എന്ന് പറഞ്ഞ സ്പെക്ട്രത്തില് റെഡ് ആണ് ഏറ്റവും വേവ് ലെങ്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ, സ്കാറ്ററിങ് വളരെ കുറവായിരിക്കും. ദൂരെ നിന്ന് തന്നെ അതിൽ കൂടെ എല്ലാം സഞ്ചരിച്ച് നമ്മുടെ കണ്ണിൽ എത്താനുള്ള കഴിവ് ആർക്കുണ്ട്? റെഡിനുണ്ട്. വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസ് ഒന്നും സ്കാറ്റർ ചെയ്ത് റെഡ് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകത്തില്ല. അത് ദൂരത്തു നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഡേഞ്ചർ സിഗ്നൽസിലും. നിങ്ങൾക്ക് അങ്ങോട്ട് പോകരുതെന്നുള്ള സിഗ്നൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാത്തിലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? റെഡ് തന്നെ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, എന്തിനാണ് യെല്ലോ കളറിലുള്ള ഫോഗ് ലാംപ്സ് യൂസ് ചെയ്യുന്നത്? ഫോഗ് എന്ന് വെച്ചാൽ എന്താണ്? നൈറ്റ് വിഷനിൽ സ്മോക്കും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ വിഷനെ ഹിൻഡർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫോഗ് ലാംപ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് എപ്പോഴും യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും? യെല്ലോയും റെഡിനെ പോലെ തന്നെ വലിയ വേവ് ലെങ്ത് ഉള്ള ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ എന്താ, നൈറ്റില് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും യെല്ലോ ലൈറ്റ് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതിന് സ്കാറ്ററിങ് ഏറ്റവും കുറവായിരിക്കും. അപ്പം വിബ്ജിയോർ സീരീസും വേവ് ലെങ്തും സ്കാറ്ററിങ്ങും തമ്മിലുള്ള ബന്ധം ഉറപ്പായല്ലോ. ഇനി കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ മക്കളെ? ഓക്കെ.